നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും അതൊന്നും ആലോചിച്ച് മോള് വിഷമിക്കണ്ട. ഇവിടെ ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ആ പിന്നെ ഇന്നത്തെ ഗുരുവായൂർ യാത്ര വെറും ഒരു യാത്ര അല്ല കേട്ടോ. ഒരർത്ഥത്തിൽ ഇത് നിങ്ങൾ രണ്ടാളുടെയും ഹണിമൂൺ യാത്രയാ. വിവാഹം കഴിഞ്ഞ് ആദ്യമായല്ലേ രണ്ടാളും കൂടി ഒരുമിച്ച് ഒരിടത്തേക്ക് യാത്ര പോകുന്നത്. ഓരോരുത്തരും ഊട്ടിക്കും കൊടൈക്കനാലിനൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് അവസരം കിട്ടിയത് സാക്ഷാൽ ഉണ്ണികൃഷ്ണന്റെ നടയിലേക്കാ. അതിനെ മഹാഭാഗ്യമെന്ന് ഞാൻ പറയൂ. അപ്പൊ സമയം കളയുന്നില്ല, ഞാനങ്ങ് പോയേക്കാം. ഓൾ ദി ബെസ്റ്റ്. കൃഷ്ണേട്ടാ, വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ഗുരുവായൂരപ്പനെ കാണാൻ പോകണമെങ്കിൽ ഞാൻ രാധയ്ക്കൊപ്പം മാത്രമേ പോകൂ. അഞ്ജലിയോടൊപ്പം പോകാൻ പാടില്ല. അത് ഞാൻ എൻ്റെ രാധയോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഒരിക്കലും രാധയുടെ സ്ഥാനത്ത് അഞ്ജലിയെ കാണാൻ എനിക്ക് പറ്റില്ല. അഞ്ജലിക്കൊപ്പം ഒരുമിച്ചൊരു യാത്ര വയ്യ. ഞാൻ പോകാൻ പാടില്ല. ഞാൻ പോകാൻ പാടില്ല അവളോടൊപ്പം. പോകുന്നെങ്കിൽ ഒറ്റയ്ക്ക് പോകാവൂ, ഒറ്റയ്ക്ക് മാത്രം. കൃഷ്ണ, കൃഷ്ണനെ കാണാനാ ഞാൻ പോകുന്നത്. തനിച്ചിവിടെ ഇരിക്കണ്ട കേട്ടോ, എന്റെ കൂടെ പോര്. അഞ്ജലി, ആ പ്രസാദേട്ടൻ വന്നോ? ഞാൻ റെഡിയായി കഴിഞ്ഞു. പ്രസാദേട്ടൻ റെഡിയാവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിറങ്ങാം. ഏയ് അത് വേണ്ട. അഞ്ജലി തനിച്ചു പോയാൽ മതി. ഞാൻ പിന്നീടാ വരുന്നത്. അതെന്തു പറ്റി? നമ്മൾ ഒരിടത്തേക്ക് തന്നെയല്ലേ പോകുന്നേ, പിന്നെ ഒരുമിച്ച് പോയാൽ എന്താ കുഴപ്പം? വേണ്ട, അത് ശരിയാവില്ല. എനിക്ക് ഇവിടെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. മുഹൂർത്തമാകുമ്പോഴേക്കും ഞാനങ്ങ് എത്തിക്കോളാം. അതേ നടക്കൂ. കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞ് വളരെ മുന്നേ തന്നെ തിരക്കുകൾ ഒതുക്കിയതാണല്ലോ പ്രസാദേട്ടൻ. ഇപ്പൊ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയുന്നേ? എന്താ? ഏയ് ഒന്നുമില്ല, ഞാൻ റെഡിയാണ്. ശരി, എന്നാ പൊയ്ക്കോ. ഞാൻ വേണമെങ്കിൽ ജംഗ്ഷനിൽ കൊണ്ടുവിടാം. വേണ്ട. സോറി അഞ്ജലി, നിന്നെ തനിച്ചുവിടാൻ മനസ്സുണ്ടായിട്ടല്ല. എന്റെ ജീവിതം ഞാൻ രാധയ്ക്ക് കൊടുത്തുപോയി, അതുകൊണ്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.